യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് യൂട്യൂബിൽ 2 സ്ട്രൈക്കൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക്, 2 അല്ല, 1 സ്ട്രൈക്ക് കിട്ടിയാലും നമുക്ക് കോപ്പിറൈറ്റ് സ്കൂൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുത്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. മോണിറ്റൈസേഷനൊക്കെ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കടക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കോപ്പിറൈറ്റ് സ്കൂൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ കോപ്പിറൈറ്റ് സ്കൂൾ കൊടുത്തായിരുന്നു. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. 4 ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് യൂട്യൂബിലേക്ക് തിരിച്ചു പോകാൻ, YT സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു പോകാൻ കഴിയത്തുള്ളൂ. അപ്പോൾ 4 ക്വസ്റ്റ്യനും കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് ആൻസർ കൊടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കഴിയുമെങ്കിൽ അല്ലെങ്കിൽ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ എത്തും. ആ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എൻ്റെ പൊന്നു സ്വത്ത് കുട്ടികളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ കൂടെ 2-3 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കോപ്പിറൈറ്റ് സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മറ്റൊരു ഫോണോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഏതിൽ വേണമെങ്കിലും നമ്മൾ ഗൂഗിളിൽ കയറിയതിന് ശേഷം കോപ്പിറൈറ്റ് സ്കൂൾ ആൻസർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു റിസൾട്ട് വരും. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൽ യൂട്യൂബ് കോപ്പിറൈറ്റ് സ്കൂൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ 2024 എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കൊടുത്തു. ഫസ്റ്റത്തെ ഇതിൽ തന്നെ പ്രസ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ സകലമാന ആൻസേഴ്സും കിട്ടും. അപ്പോൾ ഇതിൽ എല്ലാ ആൻസറും, അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. റാൻഡമായിട്ടായിരിക്കും ചോദിക്കുന്നത്, 4 ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നമുക്ക് വായിച്ച് പഠിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ കൊടുക്കുകയോ ചെയ്യാം. നമ്മളിതിൽ നോക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് അതിൽ നമ്മുടെ മറ്റേ സൈറ്റിൽ ആ ക്വസ്റ്റ്യൻ ഉണ്ടോ, അതിൻ്റെ ആൻസർ എന്താണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. കൃത്യമായിട്ടുള്ള ആൻസർ തന്നെ അതിൽ വരും. ഇതിലുള്ള എല്ലാ ചോദ്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചു, അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു, അതും നമ്മളിത് കൊടുത്തു. ഇനി നമുക്ക് അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ 4ാമത്തെ ക്വസ്റ്റ്യനാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെ അത് കൃത്യമായിട്ട് തന്നെ നമ്മളൊന്നും കൂടെ വെരിഫൈ ചെയ്യണം. അതിൻ്റെ ആൻസർ അതാണോ ഇല്ലയെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. അതിന് ടൈമും കാര്യങ്ങളൊന്നുമില്ല. 4ാമത്തത് കണ്ടുപിടിച്ചു. നമുക്ക് എത്ര സമയം എടുത്ത് തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും നോക്കുക. അത് കഴിഞ്ഞ് ചെക്ക് ആൻസർ കൊടുക്കുക. ചെക്ക് ആൻസർ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് കറക്റ്റ് ആൻസറിൻ്റെ അവിടെ ഇത് കാണിക്കും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ സ്റ്റുഡിയോയിലോട്ട് പോകാൻ പറ്റും. സ്റ്റുഡിയോയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റുഡിയോ നോർമലായിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം. ഇതിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ആൻസേഴ്സ് എല്ലാം കറക്റ്റാണോ ഇൻകറക്റ്റാണോ എന്നുള്ള എൻ്റെ എല്ലാ ഡീറ്റെയിലും അവിടെ കാണിക്കും. ഇതിപ്പോൾ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആയ ഒരു ചാനലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നമ്മൾ ഏൺ എന്നുള്ള ഓപ്ഷനിലോട്ട് പോയപ്പോഴത്തേക്കും ഇതിൽ വാച്ച് അവർ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഏൺ എന്ന് റീയൂസ്ഡ് കണ്ടൻറ് ഉണ്ടായിരുന്നു മുന്നേ, റീയൂസ്ഡ് കണ്ടൻറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് സ്കൂളെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. കാര്യം ഇതിൻ്റെ ഡേറ്റും എല്ലാം ഇതായിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് അവർ റിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് അപ്രൂവ് ചെയ്യണോ വേണ്ടതെന്നുള്ള എല്ലാം തീരുമാനിച്ചതിന് ശേഷം നമുക്കൊരു മെയിൽ വരും. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതുപോലെ നിങ്ങളുടെ ചാനലിൽ കോപ്പിറൈറ്റ് സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പരീക്ഷയാണ്, പേടിക്കേണ്ട. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.